ഉത്രാട ദിവസമായിട്ട് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോകാൻ പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷെ നല്ല മഴ കാരണം അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് മഴ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത്. അതിന് ശേഷം ഉച്ചയായപ്പോൾ രാഹുലേട്ടൻ്റെ കസിൻ്റെ വീട്ടിൽ കോടി ഉത്രാടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവിടെ എത്തി കുഞ്ഞാവയ്ക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. നെയ്ച്ചോറും ചിക്കൻ കറി പിന്നെ ലാസ്റ്റ് പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ ഞാനും രാഹുലേട്ടനും കണ്ണനും മാത്രമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ പോകുമ്പോൾ നമ്മൾ അമ്മൂമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അമ്മൂമ്മ ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അങ്ങനെ അമ്മൂമ്മയൊക്കെ കൂട്ടി നമ്മൾ വീട്ടിലെത്തി. പിറ്റേ ദിവസം ഓണ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ചെറുതായിട്ട് ഒരു സദ്യ പോലെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. വലിയ പ്ലാനോ അല്ലെങ്കിൽ വലിയ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ മാത്രമായിട്ട് ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ തിരക്കിലായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് തന്നെ അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഞാൻ കുളിച്ച് ഇതേ റെഡി ആയിട്ടുണ്ട്. ഇതാട്ടോ എൻ്റെ ഓണത്തിൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഇതാണ് കണ്ണൻ്റെ ഓണത്തിൻ്റെ ഷർട്ടും പാൻറ്റും. ഈ ഒരു പാൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പാൻറ്റ് കണ്ണന് മേടിച്ച് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോഴത്തേ നമ്മൾ സദ്യ കഴിക്കുകയാണ്. ലാസ്റ്റ് പായസമൊക്കെ ഉണ്ടായി കേട്ടോ.